ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 5-ന് ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. 8-നാണ് വോട്ടെണ്ണൽ. So this is the schedule. We will start, it's a single phase election. Date of notification will be 10th of January, Friday. Last date of making nomination will be 17th of January. Scrutiny on 18th of January. Withdrawal 20th. These are the statutory periods of time which is given. Date of poll is 5th and counting is 8th, and 5th again we have very deliberately kept Wednesday, क्योंकि हम सोचते हैं सब दिल्ली वाले वोट करें. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. 8-ന് വോട്ടെണ്ണൽ നടക്കും. മറ്റ് തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? രഞ്ജിത്ത്, രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. ചെറിയ സംസ്ഥാനമാണ് എങ്കിൽ പോലും രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി തുടർച്ചയായി 3 തവണ ജയിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് ഡൽഹി. അങ്ങനെ പല രീതിയിൽ വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ, അഴിമതി കേസുകൾ, അറസ്റ്റ്, അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ രാജ്യ അധിഷി പുതിയ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്ന പുതിയ മുഖ്യമന്ത്രിയായി അധിഷി വരുന്നത് നരേന്ദ്രമോദി തന്നെ നേരിട്ട് നിന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ, അങ്ങനെ പലതരത്തിലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഡൽഹി. ഡൽഹിയെ സംബന്ധിച്ച് ബി.ജെ.പിക്കും കോൺഗ്രസിനും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ നാണം കെട്ട ഒരു തോൽവി സമ്മാനിച്ചുകൊണ്ടാണ് ഈ രണ്ട് പാർട്ടികളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. 1993 ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ബി.ജെ.പിക്കായിരുന്നു അധികാരത്തിൽ ലഭിച്ചത്. അവിടെ സാഹിബ് സിംഗ് വർമ്മ ആദ്യം മുഖ്യമന്ത്രിയാവുന്നു. അതിനുശേഷം ബി.ജെ.പിയിലുള്ള തർക്കത്തെ തുടർന്ന് മദൻലാൽ ഖുറാന മുഖ്യമന്ത്രിയാവുന്നു. വീണ്ടും ബി.ജെ.പിയിൽ വലിയ തർക്കങ്ങളൊക്കെ വന്ന് ബി.ജെ.പി ഒരു പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അന്ന് ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ വനിതാ നേതാവ് സുഷമ സ്വരാജിനെ ഡൽഹി മുഖ്യമന്ത്രിയാക്കുന്നു. അതിനുശേഷം മാസങ്ങൾക്കുള്ളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും അവിടെ ബി.ജെ.പി എന്ന അടിപതറി വീഴുകയാണ്. അവിടെയാണ് കോൺഗ്രസിന്റെ തേരോട്ടം ഡൽഹിയിൽ 98-ലാണ് ആരംഭിക്കുന്നത്. ഷീലാ ദീക്ഷിത് ഡൽഹി മുഖ്യമന്ത്രിയാവുന്നു. അതിനുശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകൾ 15 വർഷം തുടർച്ചയായി വിജയിച്ചത് കോൺഗ്രസും ഷീലാ ദീക്ഷിതുമാണ്. വലിയ വിജയത്തോടുകൂടി ഷീലാ ദീക്ഷിത്തിന്റെ ആധികാരികമായ ഒരു ഭരണം കൂടിയായിരുന്നു. ആ ഭരണത്തിന്റെ ഒടുവിലാണ് ഡൽഹിയിൽ ഒരു നിർഭയ ഒരു പെൺകുട്ടിക്ക് നേരെ ഓടുന്ന ബസ്സിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുകയും പിന്നീട് ആ പെൺകുട്ടി മരണപ്പെടുകയും അതിനെ തുടർന്ന് രാജ്യമാകെ കത്തിജ്വലിച്ച വലിയ യുവജന സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വരികയും ഒക്കെ ചെയ്യുന്നത്. ഇതേ തുടർന്ന് പ്രതിസ്ഥാനത്തോ അല്ലെങ്കിൽ ഇതേ തുടർന്ന് കുറ്റാരോപിതയുടെയൊക്കെ സ്ഥാനത്ത്, അവരെ ന്യായീകരിക്കുന്നൊക്കെ സ്ഥാനത്തൊക്കെ നിന്ന ഷീലാ ദീക്ഷിത് ജനപ്രിയത നഷ്ടപ്പെടുന്നു, കോൺഗ്രസിന് ജനപ്രിയത നഷ്ടപ്പെടുന്നു. അതേ തുടർന്ന് ആ സമയത്താണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവ്. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുമായി മുന്നോട്ട് വരുന്നു. ആം ആദ്മി പാർട്ടി വൈദ്യുതിയുടെ വിഷയമെടുക്കുന്നു, വെള്ളത്തിന്റെ വിഷയമെടുക്കുന്നു, വിദ്യാഭ്യാസ വിഷയങ്ങൾ എടുക്കുന്നു. ഡൽഹി കുറേ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ വലിയ സമരങ്ങളുമായിട്ടൊക്കെ കെജ്രിവാൾ രംഗത്ത് വരുന്നു. ആ തവണ ആം ആദ്മി പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റ് ലഭിച്ചില്ലെങ്കിലും കോൺഗ്രസിന്റെ പിന്തുണയോട് ഭരിക്കുന്നു. ഇടയ്ക്ക് കോൺഗ്രസ് പിന്തുണ പിൻവലിച്ച ഭരണമില്ലാതാവുകയും പിന്നീട് കുറച്ചു കാലം അവിടെ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. 2015 വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2015 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകരെയും ബി.ജെ.പിയെയും കോൺഗ്രസിനെയും ഒരേപോലെ അട്ടിമറിച്ചുകൊണ്ട് 70 സീറ്റുകളിൽ 67 സീറ്റും നേടിക്കൊണ്ടാണ് അന്ന് ആം ആദ്മി പാർട്ടി അവിടെ വിജയിച്ചത്. വമ്പൻ വിജയമായിരുന്നു. മറ്റൊരു സംസ്ഥാനത്ത് മറ്റു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലേക്ക് 70 സീറ്റുകളിൽ 67 സീറ്റ് എന്ന് പറയുന്ന വൻപൻ വിജയത്തിലൂടെയാണ് അന്ന് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. 5 വർഷത്തിന് ശേഷം 2020 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനുമെതിരെ വലിയ ആരോപണങ്ങളുമായി കോൺഗ്രസും ബി.ജെ.പിയും ഒക്കെ മത്സരിച്ചെങ്കിലും അവിടെ ബി.ജെ.പിക്ക് 3 സീറ്റുകളിൽ നിന്ന് 8 സീറ്റുകളിലേക്ക് വർദ്ധിപ്പിക്കാനല്ലാതെ 2 അക്കം കടക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ആം ആദ്മി പാർട്ടിയും കെജ്രിവാളിനെയും വീഴ്ത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം, അത് വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ടായിരുന്നു. കിരൺ, അത് കമ്മീഷൻ തള്ളുകയാണ്. ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്, അത് ശരിയല്ല, പ്രക്രിയ സുതാര്യമാണെന്ന് പറഞ്ഞ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്തെ, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പായിരുന്നു. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ 5-4 ഭൂരിപക്ഷത്തോടു കൂടിയുള്ള മഹായുതിയുടെ വിജയം അത്ഭുതത്തോടു കൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ കണ്ടത്. അത്തരമൊരു വിജയത്തെ തുടർന്നാണ് വീണ്ടും ഇന്ത്യയിൽ ഈ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യതയിൽ, അതിന്റെ സുതാര്യതയിലൊക്കെ സംശയം ഉയർന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും അത്തരം വോട്ടിങ്ങിനകത്ത് ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം സജീവമായിട്ട് എടുക്കുകയും ബാലറ്റിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ആവശ്യവുമായി പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളൊക്കെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനെതിരെ വലിയ പരാതികളും
കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു തരത്തിലുള്ള അവിശ്വാസത്തിന്റെയും വിഷയം ഉദിക്കുന്നില്ല. പൂർണ്ണമായും വിശ്വാസ്യതമായി ക്രമക്കേടുകളില്ലാതെ സുതാര്യമായിട്ടാണ് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം വഴി വോട്ടിംഗ് നടക്കുന്നത് എന്നുള്ള ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹി തെരഞ്ഞെടുപ്പ് 5-ാം തീയതിയാണ്, ഫെബ്രുവരി.